നെഹമ്യ അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അർത്തഹശ്ത് രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നിസോൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജസന്നിധിയിലിരുന്ന് അവന് വീഞ്ഞ് പകർന്നു കൊടുത്തു. മുമ്പൊരിക്കലും രാജധാനിയിൽ ഞാൻ ദുഃഖിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, എന്തുകൊണ്ടാണ് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ, ഇത് മനോവേദനയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഏറ്റവും ഭക്തിയോടെ രാജാവിനോട്, രാജാവ് നീണാൽ വാണാലും എൻ്റെ പിതൃമന്ദിരങ്ങൾ ഉള്ള നഗരം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ ഈ കത്തി എരിഞ്ഞും കിടക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മുഖം വാടാതിരിക്കുന്നതെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്താണ് എന്ന് ചോദിച്ചു. തൽക്ഷണം ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് പ്രസാദിച്ച് അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ യഹൂദയിൽ എൻ്റെ പിതൃമന്ദിരങ്ങളുള്ള ആ നഗരം പണിയുവാനായി അടിയനെ അയക്കണമേ. അപ്പോൾ രാജാവ്, നിന്റെ യാത്രയ്ക്ക് എത്ര സമയം വേണം, എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഒരു കാലാവധിയും പറഞ്ഞു. രാജാവിന് പ്രസാദം തോന്നി. ഞാൻ യഹൂദിയായിൽ എത്തുന്നത് വരെ നദിക്കപ്പുറമുള്ള ദേശാധികാരികൾ എന്നെ കടത്തിവിടുവാനായി അവർക്കുള്ള എഴുത്തുകളും ആലയത്തോട് ചേർന്നുള്ള കോട്ടവാതിലുകൾക്കും പട്ടണമതിലിനും ഞാൻ ചെന്ന് താമസിക്കുവാനിരിക്കുന്ന വീടിനും വേണ്ടി എല്ലാം ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനമേധാവിയായ ആസാഫ് എനിക്ക് തടി അനുവദിച്ചു തരുവാൻ അവന് ഒരെഴുത്തും തരണമേ എന്നപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ കരുണാപൂർണമായ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഇതെല്ലാം രാജാവ് എനിക്ക് തന്നു. ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധികാരികളുടെ അടുത്തെത്തി രാജസന്ദേശം അവർക്ക് കൊടുത്തു. രാജാവ് അശ്വസേന നായകനെയും എന്നോടുകൂടി അയച്ചിരുന്നു. ഓര്യനായ സൽബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയായും ഇതറിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരുവൻ വന്നത് അവർക്ക് വളരെ വിരോധമായി. ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടി 3 പേരും രാത്രിയിൽ എഴുന്നേറ്റ് യെരൂശലേമിൽ ഞാൻ ചെയ്യേണ്ടതിനായത് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ കയറിയ മൃഗമല്ലാതെ മറ്റൊരു മൃഗവും കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴി പെരുമ്പാമ്പ് ഉറവെങ്കലും കുപ്പവാതിൽക്കലും ചെന്ന് യെരൂശലേമിൻ്റെ കോട്ട ഇടിഞ്ഞു കിടക്കുന്നതും തീ വച്ച് ചുട്ട വാതിലുകളും കണ്ടു. പിന്നീട് ഞാൻ ഉറവ് വാതിൽക്കലും രാജാവിൻ്റെ കുളത്തിനടുത്തും ചെന്നു. ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ ഇടമില്ലായിരുന്നു. രാത്രിയിൽ തന്നെ ഞാൻ തോടിൻ്റെ അരികു ചേർന്ന് ചെന്ന് കോട്ട നോക്കിക്കൊണ്ട് താഴ്വര വാതിൽ വഴി തിരികെ പോന്നു. ഞാൻ എവിടെയാണ് പോയതെന്നോ എന്താണ് ചെയ്തതെന്നോ പ്രധാനികൾ ആരും അറിഞ്ഞില്ല. അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രധാനികളോടോ വേലക്കാരോടോ ഒന്നും പറഞ്ഞറിയിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടെരിഞ്ഞും കിടക്കത്തക്ക ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. നാം ഇനിയും അവമാനപാത്രമാകാതിരിപ്പാൻ നമുക്ക് യെരൂശലേമിൻ്റെ കോട്ട
പണിയാം എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ തൃക്കരം എനിക്ക് അനുകൂലമായിരുന്ന വിവരവും രാജാവ് എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നമുക്ക് എഴുന്നേറ്റ് പണിയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല കാര്യത്തിനായി പരസ്പരം പ്രചോദിപ്പിച്ചു. എന്നാൽ ഹോര്യനായ സൽബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയായും അറേബ്യനായ ഗഷൂമും ഇതറിഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചു പുച്ഛിച്ചു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ രാജാവിനോട് മത്സരിക്കുവാനോ ശ്രമം എന്ന് ചോദിച്ചു. അതിന് ഞാൻ, സ്വർഗസ്ഥനായ ദൈവം ഞങ്ങൾക്ക് ഇക്കാര്യം സാധ്യമാക്കി തരും. ആകയാൽ അവൻ്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് യെരൂശലേമിൽ പങ്കും ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.